വെൽക്കം ടു മോളിവുഡ് ടോക്കീസ്. നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ആസിഫിൻ്റെ ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലിയുടെ കരിയറിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു സമയത്ത് ടോപ്പ് ആർട്ടിസ്റ്റ് ആയപ്പോൾ പൃഥ്വിരാജിൻ്റെയോ ദിലീപിൻ്റെയോ സിനിമകൾ അവർ വേണ്ടാന്ന് വെക്കുന്ന സിനിമകളായിരുന്നു ആസിഫിനെ തേടി വന്നുകൊണ്ടിരുന്നത്. തുടരെ ഒരുപാട് പരാജയ സിനിമകൾ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി അദ്ദേഹം പ്ലേസ് ചെയ്യായിരുന്നു. ഒരുപാട് മികച്ച സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടിന്യൂസ് ഹിറ്റ് തന്നുകൊണ്ടിരിക്കുക ആസിഫ്. അവസാനം ഇറങ്ങിയ രേഖാചിത്രമാണെങ്കിലും അതിന് മുന്നേ ഇറങ്ങിയ കിഷ്കിന്ദ കാണ്ഡമാണെങ്കിലും എല്ലാം മികച്ച സിനിമകളും മികച്ച പെർഫോമൻസും ആയിരുന്നു. ആസിഫ് എന്നൊരു ആവറേജ് ആർട്ടിസ്റ്റിൽ നിന്നും ഒരു ഗംഭീര പെർഫോമറായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ആസിഫ് അലി ചിത്രങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ പടമായ ആഭ്യന്തര കുറ്റവാളിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. സെക്ഷൻ 498 ഗാർഹിക പീഡനം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു പോവാണ്. ഒരു രീതിയും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ പിരിഞ്ഞു പൊയ്ക്കോണം. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്. അടുത്തത് നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 മാസം. നല്ലൊരു ഒന്ന് പോയി ചോദിക്കും മനുഷ്യ എന്ത് കൂത്താന്ന്. അച്ഛനെ നിന്ന് എന്നോടൊന്നും ചോദിക്കരുത്. 2 പെണ്ണിനെ കെട്ടി അങ്ങനെയുള്ളവനെ പെഴാന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കട്ടെ? ഓക്കെ അല്ലേ? എന്നായിക്കോട്ടെ. പക്ഷെ രണ്ടാം കിട്ടാർക്ക് ഒരു 25% ഡിസ്കൗണ്ട് നമ്മളൊക്കെ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മേലേ എടാ അമ്മേടെ. അതെ, നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. സ്ത്രീധനം വല്ലതും കൂടുതൽ 2 കല്യാണം, 2 ഡിവോഴ്സ്, കേസ്. പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാകും. ഒബ്ജക്ഷൻ യുവർ ഓണർ. താനെന്താ പറഞ്ഞു? 2 അടിക്കട്ടെ. അടുത്ത പണിയാണോ? അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തി ഉണ്ടാക്കണ്ട. അവന്മാർക്ക് വല്ല പണിയെടുത്ത് ജീവിക്കട്ടെ. സാറ് പറഞ്ഞാണ് കറക്റ്റ്. പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ശൂർപ്പണകമാരുമുണ്ട്. ശത്രുസംഹാരം, സഹദേവനത്തം, ഭാഗ്യസൂക്തം, സഹദേവനത്തം, അഘോരമന്ത്രം, സഹദേവന. ട്രെയിലർ ആദ്യം തുടങ്ങിയപ്പോൾ ഭയങ്കര സീരിയസ് ആയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തോ ഭയങ്കര സീരിയസ് പടമായിരിക്കും, ഇമോഷണൽ ഡ്രാമ ആയിരിക്കും എന്നൊക്കെ. പെട്ടെന്ന് പടം ട്രെയിലറിന് ഷിഫ്റ്റായി കോമഡി സബ്ജക്റ്റ്, കോമഡിയിലോട്ടേക്ക് പടം. എനിക്കിത് കണ്ടിട്ട് മനസ്സിലായ കാര്യം, ആശാ 2 കെട്ടുന്നുണ്ട്, ആദ്യം ഡിവോഴ്സ്ഡ് ആവുന്നു, രണ്ടാമത്തെ ഡിവോഴ്സ്ഡ് ആവാൻ പോകുന്നുണ്ട്, പിന്നെ പുരുഷന്മാർക്ക് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്, ഞാൻ അങ്ങനെ മോശം പറയല്ല. എല്ലാ സിനിമകളും എപ്പോഴും സ്ത്രീപക്ഷം എന്ന് അതിന് പ്രത്യേക ഒരു എന്താ, അങ്ങനെ ഒരു സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറഞ്ഞ് തന്നെ ഒരു ജോണർ ഉണ്ടാക്കുന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സിനിമയായിട്ട് കാണുക, സ്ത്രീയും പുരുഷനും സിനിമയിലും തുല്യത കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കല്യാണം, ഡിവോഴ്സ്, വീണ്ടും കല്യാണം, വീണ്ടും ഡിവോഴ്സ് ആണെന്ന് തോന്നുന്നു. കുറച്ച് കോടതി സീൻസ് കണ്ടു, കോടതി ഡ്രാമ ഉണ്ടാവും, ഡിവോഴ്സ് കേസ് ഉണ്ടാവും. എന്തായാലും കണ്ടിട്ട് ഒരു കോമഡി സിനിമയെ തുടങ്ങി ഒരു ഇമോഷണൽ സിനിമയെ ചെന്ന് അവസാനിക്കുന്ന ഒരു ജോണറിലോട്ടാന്ന് തോന്നുന്നു. ട്രെയിലർ കൊള്ളാം, രസമുണ്ട്, കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളെ സർപ്രൈസ് ആക്കി. ആക്ച്വലി ആ ഒരു സീരിയസ് പടം പോലെ തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് അതങ്ങോട്ട് ഒരു കോമഡി ജോണറിലോട്ട് പടം മാറി. എന്തായാലും തുടരെ ഹിറ്റ് വരുന്ന ആസിഫിന് ആ ജൈത്രയാത്ര, ആ ഹിറ്റ് മേക്കറായിട്ടുള്ള യാത്ര ഈ സിനിമയോടെ കണ്ടിന്യൂ ആവട്ടെ. നമുക്ക് നോക്കാം. ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലിൽ ഉണ്ടായിരിക്കും. സോ വെയിറ്റ്.